അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു നമ്മുടെ ഇബാദത്തുകളൊക്കെയും കബൂലാക്കട്ടെ. വന്നു പോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങളൊക്കെയും അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് പുറത്തു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ നിമിഷവും, ഓരോ സെക്കൻഡും, മിനിറ്റും, മണിക്കൂറും, ദിവസവും, ആഴ്ചയും, വർഷവും കടന്നു പോകുമ്പോൾ അറിയാതെയാണെങ്കിലും നമ്മൾ ഈ വന്നു പോകുന്ന ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തുപ്പെടാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും ലളിതമായ ഒരു റിസ്കും ഇല്ലാത്തൊരു പണി പാപം പുറത്തുതരാൻ. അതൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ദോഷം നിങ്ങൾ പറിച്ചും പുറത്തുതരും. എന്താ ചെയ്യേണ്ടുള്ളൂ? ഒന്നും ചെയ്യണ്ട. നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കരിച്ചോർത്ത് തന്നെ അവിടെ ഇരിക്കുക. നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്റുകൾക്കുള്ള പ്രതിഫലം വേറെ. ഇത് അതൊന്നുമല്ല. ഒന്നും ചൊല്ലണ്ട. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരിക്കുക. അങ്ങനെ എങ്ങാനും ഇരുന്നാൽ അവന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഉമ്മമാർക്കാണ്. കാരണം പറഞ്ഞു കൊടുക്കണവർക്ക്. കാരണം ചായക്കുള്ള വെള്ളം വെച്ച് അതങ്ങട്ട് ആ തള വരുമ്പോഴേക്കും രണ്ടരക്ക് നിസ്കരിച്ചിട്ടാണ് പോകുന്നത് അല്ലെ. അത് കുക്കറ വെച്ചിട്ട് 2 വിസിലാണ് വരുമ്പോഴേക്കും നിസ്കാരം കഴിയണം. ആ നിസ്കാരം കഴിഞ്ഞോടും ഇല്ല, അങ്ങനെയല്ല. അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ആ നിസ്കരിച്ചോർത്ത് തന്നെ ഇരിക്കും. അള്ളാഹ് പുറത്ത് തരും. എന്താ അള്ളാഹ് പുറത്ത് തന്നാലുള്ള ഉപകാരം? അള്ളാഹ് പുറത്ത് തന്നാല് പിന്നെ അള്ളാഹ് റഹ്മത്തിനെ തരും. ഒരു മനുഷ്യന് പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുക്കാൻ റഹ്മത്തുള്ളൂ. അള്ളാന്റെ ബർക്കത്ത് ഇറക്കി കൊടുക്കാനുള്ളൂ. അതന്നെ ഇറക്കി കൊടുക്കും. ദോഷം കാരണമാണ് നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇറങ്ങി വരാതെ നിൽക്കുന്നത്. അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന പാത പിന്തുടരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.